അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? ഏതെങ്കിലും ഞരമ്പ് രോഗികളുടെ അടുത്ത് ഏതെങ്കിലും സൈറ്റിലിട്ടാൽ അത് അവരെങ്ങനെയാണ് ഉത്തരവാദികളാവുക? ശ്രീ മാർട്ടിൻ മേനാച്ചേരി, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് പ്ലീസ്. ചോദിച്ചോളി മക്കളെ, ഏത് വിഷയത്തെ കുറിച്ചാ ചോദിച്ചോളി? പെൺവിഷയം. എനിക്ക് ഏറ്റവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം. കേക്കട്ടെ. മേനോൻ അത്ര പ്രസക്തിയായിട്ടുള്ള ആളൊന്നുമല്ല, പ്രശസ്തി ഒന്നും നേടാത്ത ഒരാളാണ്. ഇപ്പൊ എന്നെ നോക്കുന്ന കണ്ണുകളിലൊന്നും ഞാൻ പ്രേമം കാണുന്നേയില്ല, കാണാറ് കാമം മാത്രമാണ്. ചിത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖത്തില് ഞാൻ വളരെ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു വുമണാണെന്നും പൈസ കിട്ടിക്കഴിഞ്ഞാൽ സെക്സിന് വേണ്ടി എന്തായാലും നമ്മളെ സഹായിക്കണം. ഇനിയിപ്പൊ ശാരീരികമാണെങ്കിൽ പോലും താങ്കൾ കൂടെ പരാതിയിലൊക്കെ സെക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഏത് സമയത്തും സെക്സ് വേറെയാണ്, സിനിമ വേറെയാണ്. ആ പത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖമാണ് ഞാൻ പറഞ്ഞത്. പട്ടണ കോണ്ടം കാമസൂത്ര അഭിനയിച്ച ഒരു വീഡിയോ. എന്റെ അമ്മയെ നാട്ടിച്ച് ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ അഭിനയിച്ചുകൂടാന്ന് രാജ്യത്ത് നിയമമില്ല. പരസ്യത്തിൽ അവർ അഭിനയിച്ചു. അതൊക്കെ താങ്കൾക്ക് ഇപ്പൊ സെക്സ് ആണെന്ന് തോന്നുന്ന കാര്യം എന്താണെന്ന് ശ്രീ മാർട്ടിൻ മേനോൻ, താങ്കളുടെ പ്രശ്നം എന്താണ്? അതല്ല ഉദ്ദേശം. വീഡിയോ പോൺ സൈറ്റിൽ ലഭ്യമാണ് എന്ന് കുറെ കാലമായി ഞാനിത് കേൾക്കുന്നു. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞ പറ്റും. സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ ഇന്റർവ്യൂവിൽ അവരത് പറയുന്നുണ്ട്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഏത് പോൺ സൈറ്റ് ആണ്? വിവരമുള്ളവനാ, നിർത്താവല്ലേ. വല്ലപ്പോഴും ചായക്ക് പറയാനും അമ്മയ്ക്ക് പറയാനും ഒരാളായല്ലോ, അച്ഛനും പറയാം. ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. ഹോട്ടസ്റ്റ് വീഡിയോ യൂട്യൂബിൽ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? ഞാൻ ഫ്ലൂട്ടിന്റെ ആളാ, എനിക്ക് കണ്ടപ്പോഴേ ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യും. നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ. ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ വിശ്വസിച്ചു. അപ്പോഴേ താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന് ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്ന ഒരു കുന്ന് ലിങ്ക്? പണിയൊക്കെ എങ്ങനെ പോകുന്നു? ഇങ്ങനെയൊക്കെയാണ് എല്ലാ പണിയും പോണത്. ഈ ലിങ്കുകൾ ഞാനൊന്ന് എന്റെ ഫോണിൽ തുറക്കാൻ നോക്കി. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു കോമ്പറ്റീഷൻ? ഫോണിൽ തുറക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറയുന്ന അശ്ലീൽ ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം, മാർട്ടിൻ മേനാച്ചേരി? ഈ ഹോട്ടസ്റ്റ് വീഡിയോ ഈ ശ്വേതാ മേനോന്റെ സാഹചര്യങ്ങളാ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. ഈ മനസ്സ് എപ്പോഴാ പതറാന്ന് പറയാൻ പറ്റില്ലല്ലോ. താങ്കൾ പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ? അതൊക്കെ ശരിയാ. പതറിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് രീതി ചിന്തിക്കാൻ പറ്റും. ഈ ശത്രുക്കൾ നമ്മൾ ആരാണെന്ന് എനിക്കറിയാം. അറിയാം, മഞ്ഞൊഴിച്ചു, കൂടുതൽ അറിഞ്ഞു. ഇപ്പൊ പിള്ളേർ സെർച്ച് ചെയ്യാത്ത സെർച്ചാ വിട്ടേക്ക്. ഞാൻ ചോദിക്കുന്നത്, രാജ്യത്ത് ബാൻഡായി ഈ പോൺ സൈറ്റുകൾ താങ്കൾക്ക് എങ്ങനെയാണ് ആക്സസിബിൾ ആവുന്നത്? താങ്കൾക്ക് എങ്ങനെയാണ് 3, 4, 5, 6, 7, 8, 9 5, 4, 9, 9, 2, 11, 1, 1, 2, 10, 20 വെബ്സൈറ്റ് താങ്കൾ കൊടുത്തേക്കുക. അപ്പൊ താങ്കൾ ഇതൊക്കെ കുത്തിയിരുന്ന് കണ്ടോ? അതെ, മരുമനൊക്കെ ചെറ്റല്ലേ. നിങ്ങൾ പാരമ്പര്യമായിട്ട് തറവാടികളാ. ഒരു പ്രായപൂർത്തിയാകാത്തോട് ഫോണിൽ കണ്ട എന്താ? ഈ ശ്വേതാ മേനോന്റെ ഈ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കേണ്ടവരെ കാണിച്ചാ മതി. ആ കാണിക്കണത് ഇങ്ങോട്ട് കാണിക്കാൻ നിന്നാലേ പിന്നെ കാണിക്കണ്ടാവൂല. ഇതിനകത്തുള്ള വീഡിയോകളാണ് ഞാൻ കാണുന്നത്. ഏത് വീഡിയോ ആണ്? ഈ സൈറ്റുകളിൽ കാണുന്ന വീഡിയോ. നിന്റെ കഥ എനിക്ക് തീരെ വിശ്വാസം വരുന്നില്ല. എന്ത് വീഡിയോ വരുന്നത്? അതെങ്ങനെ നമുക്ക് എങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റും? ഇതൊന്നും കാണാനുള്ള യോഗ എനിക്കില്ലാതായി പോയല്ലോടാ. ഈ സെൻസർ ബോർഡ് കട്ട് ചെയ്തിരിക്കുന്ന പല ഭാഗങ്ങളും അത് വേറെ രീതിയിൽ ചിത്രീകരിച്ച് ഫോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. സാറേ, ഇവന്മാര് മറ്റേ നീല ലഭ്യമല്ല. ഏത് ഫോൺ സൈറ്റിലാണ് അത് ലഭ്യം? എവിടുന്ന് കിട്ടിയടാ? ഞാൻ ഇത് കൊടുത്തിരിക്കുന്ന പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മളില്ലേ പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ മൊത്തം രാജ്യത്ത് ബാൻഡ് സൈറ്റുകളാ, ബാൻഡ് സൈറ്റുകളാണ്. ഈ സാധനമാണ് ഞാൻ എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ച്. ആ സാധനം താങ്കൾക്ക് കിട്ടി. ഞാൻ ബഹുമാനം ഉണ്ടായിട്ടുള്ള നമുക്കൊന്നും തുറന്നാൽ കിട്ടാത്ത സാധനം താങ്കൾക്ക് എങ്ങനെയാണ് തുറന്ന് അതിന്റെ ലിങ്ക് മൊത്തം കോപ്പി ചെയ്ത് കോടതി കൊടുക്കാൻ പറ്റുന്നേ?
അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്താൽ ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു ഈ സാധനം ഞാൻ ഇത് ചെക്ക് ചെയ്തു നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. കേസ് വന്നേ പിന്നെ എന്റെ തലയ്ക്കകത്തൊന്നുമില്ല. അതെനിക്ക് നേരത്തെ അറിയാം, നിന്റെ തലയ്ക്കകത്തൊന്നുമില്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് സാധനം ചെക്ക് ചെയ്തത് ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനാ. ഓപ്പൺ പറ്റുന്നില്ലെന്ന് ഞാൻ പറയുന്നത്. കാര്യം എന്താ? രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകളാ. രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകൾ താങ്കൾക്ക് ഈ പറയുന്ന 10-30 ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവനാൾ പരമനാറിയാണെന്ന്. താങ്കൾ സ്ഥിരം പോൺ വെബ്സൈറ്റുകളുടെ ആരാധകനാണോ ശ്രീ മാർട്ടിൻ മേനാച്ചേരി? അഥവാ പരമനാറി. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്. ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണണം. രാവിലെ ഗുളിക കഴിച്ചായിരുന്നു. ചെറിയ കയ്പൊക്കെ കാണും. സാരമാക്കണ്ട, അസുഖം മാറണ്ടേ. അല്ല ഞാനിത് കണ്ടോണ്ട് നിന്നു എന്നതല്ല ഞാൻ പറഞ്ഞത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അല്ല താങ്കൾ ഒരു കുന്ന് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ടെന്നേ. ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. താങ്കൾ ഒരു കുന്ന് ഈ പറയുന്ന 4-ാം കിട ഈ ബ്ലൂ വെബ്സൈറ്റ് കൊടുത്തേക്കാം താങ്കൾ. അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ താങ്കൾ ഇത് മൊത്തം തുറന്നു കണ്ടു. വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ എഴുതി വെക്കാം. കാച്ചറകള് സാറ് താങ്കൾ ഇത് മൊത്തം തുറന്നു കണ്ടെങ്കിൽ താങ്കൾ എന്തോ ഈ പറഞ്ഞ ഫോൺ വെബ്സൈറ്റിന്റെ അഡിക്ഷൻ താങ്കൾക്കുണ്ട്. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. താങ്കൾ ചികിത്സിക്കണം. അത് വലിയ പ്രശ്നമാണത്. ഞാൻ അതിന്റെ ലാപ്ടോപ്പിൽ വെച്ചിട്ട് ഈ സാധനം ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ ഈ നീണ്ട നിരയാണ് കാണുന്നത്. ഞാൻ ഹൈക്കോടതിയുടെ പരിസരത്ത് വെച്ചാണ് ഈ സാധനം കാണുന്നത്. താങ്കൾ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം നഗ്നമായ ഫോട്ടോ കൊടുത്ത് സെക്സ് വ്യാപാരം നടത്തുന്നതിന് എന്ത് സെക്സ് വ്യാപാരം ആര് നടത്തി? നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേർ ഇങ്ങനെ ആയിപ്പോയില്ലോടാ. ഉള്ളിത്തൊപ്പിയൊക്കെ വെച്ച് കളവനെ പിടിക്കാൻ നടക്കുക. കുറെ ഉടായ്പ നിറച്ചൊരു പരാതി കൊടുക്കുക കോടതിയിൽ അല്ലേ? എന്നിട്ട് കോടതിയെ ദുരുപയോഗം ചെയ്യാം താങ്കൾ അല്ലേ മാർട്ടിൻ മേനാച്ചേരി? കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്കൊരു അവസരം കൂടി തരും. ഒന്ന് സംസാരിക്കാനാണെന്ന്. ഈ പ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പാർട്ടി ഇവിടെ താമസമുണ്ടോന്നൊരു സംശയം. അങ്ങനെ പറ. ആളെ പിടികിട്ടി ഇവിടെ ഉണ്ട്. പോലീസ് ഇട്ടേക്കുന്ന എന്താ വകുപ്പ് എന്താ? ഇമ്മോറൽ ട്രാഫിക്. എന്താ നടക്കുന്ന മാർട്ടിൻ? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? താങ്കൾ ആരുടെ കൊട്ടേഷൻ എടുത്താണ് ഈ പരാതി മുന്നോട്ടേക്ക് പോകുന്നത് മാർട്ടിൻ മേനാച്ചേരി? കൊട്ടേഷൻ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. താങ്കൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? കൊട്ടേഷൻ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. താങ്കൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കുന്നത് ഞാൻ. കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെ നിന്നെ കൊണ്ട് അവളുടെ ജീവിതം കുളമാക്കാനുള്ളതിന്റെ കൊട്ടേഷൻ. ഇതാ അഡ്വാൻസ്. അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. തൃപ്തിയായില്ലേ എനിക്ക്? ഇതാരും അറിയരുത്. ഇത് ഈ കൂടുതൽ ഇനി ആരറിയാൻ? ഇപ്പൊ എന്താണല്ലോ ഒരു ഇടിയും വിട്ട് മഴ നനഞ്ഞിരിക്കുന്ന പോലെ സുഖം. ഫ്രാൻസിസ് മാർപ്പാപ്പ മരിക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റിയ മര്യാദകൾ എഴുതി ഫേസ്ബുക്കിലിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇവനെ വേഗം വല്ല ഭ്രാന്താശുപത്രിയിൽ വായിക്കണം. ആസയ്ക്ക് വേണ്ടി വൃത്തിയോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റുള്ളവരെയും കൂടി നാറ്റി ചടങ്ങുള്ളൂ അല്ലേ? സ്ത്രീകൾ ജയിലിൽ കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് താങ്കൾ. പാമ്പ് കടിക്കുള്ളൂ, അവന്റെ തലയിൽ ഇരുത്തി വീഴും. മനസാക്ഷിയില്ലാത്തവൻ. പിന്നെ കറക്റ്റ് സമയത്ത് എത്തുകയും ചെയ്തു, നല്ല ബേഷായിട്ട് കിട്ടുകയും ചെയ്തു. രാവിലെ നല്ല ഊർജം കിട്ടിയ പോലെ തോന്നുന്നു. തീപ്പെട്ടി ഉണ്ടാ? തീപ്പെട്ടി ഇല്ലെങ്കിൽ വേണ്ട, പോട്ടെ. നിന്നും കൊള്ളാത്തവനെന്ന് സ്വയം ബോധ്യമായ സ്ഥിതിക്ക് ഇറങ്ങി പോടാ ഇവിടുന്ന്. ഇനി എല്ലാവരും പൊക്കോളൂ. ഇദ്ദേഹം കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം.